അത്ഭുതങ്ങൾ ഒളിപ്പിച്ച ചന്ദ്രന്റെ ഉള്ളർ രഹസ്യങ്ങളെക്കുറിച്ച് മനുഷ്യൻ പഠിക്കാനാരംഭിച്ചത് നൂറ്റാണ്ടുകൾക്ക് മുൻപാണ്. ചന്ദ്രനിലേക്ക് ഇന്ത്യ വിക്ഷേപിച്ച ചന്ദ്രയാൻ 1 വിജയമാണ് ബഹിരാകാശ ഗവേഷണ രംഗത്ത് വൻ ശക്തികൾക്ക് മുൻപിൽ ഇന്ത്യക്ക് ഒരു സ്ഥാനം നേടിത്തന്നത്. ഇന്ത്യ ചന്ദ്രദൗത്യത്തിലേക്ക് കടക്കുന്നതിന് മുൻപും പിൻപുമായി വിവിധ ലോകരാജ്യങ്ങൾ നിരവധി ബഹിരാകാശ ദൗത്യങ്ങൾ നടത്തിയിട്ടുണ്ട്. അവയിൽ വിജയകരമായ ദൗത്യം പൂർത്തിയാക്കവയും പരാജയപ്പെട്ടവയുമുണ്ട്. ഭൂമിയിൽ നിന്ന് 3,84,400 കിലോമീറ്റർ അകലെ ചന്ദ്രനിൽ മനുഷ്യന്റെ പാദമുദ്ര പതിഞ്ഞിട്ട് 2021 ജൂലൈ 21 52 വർഷം തികയുന്നു. ദൂരദർശിനിയുടെ കണ്ടുപിടുത്തമാണ് ചാന്ദ്ര നിരീക്ഷണ രംഗത്ത് കുതിച്ചുചാട്ടം വരുത്തിയത്. ഗലീലിയോ ഗലീലി എന്ന ശാസ്ത്രജ്ഞൻ ദൂരദർശിനി ഉപയോഗിച്ച് ചന്ദ്രനിലെ പർവ്വതങ്ങളും ഗർത്തങ്ങളും വീക്ഷിക്കുന്നതിൽ വിജയിച്ചു. ചന്ദ്രന്റെ ഭൗതിക പര്യവേഷണം തുടങ്ങിയത് സോവിയറ്റ് യൂണിയൻ ആയിരുന്നു. അവരയച്ച ബഹിരാകാശ പേടകമായ ലൂണ 2 1959 സെപ്റ്റംബർ 14 ചന്ദ്രന്റെ ഉപരിതലത്തിൽ ഇടിച്ചിറങ്ങി. മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയതിന്റെ ഓർമ്മയ്ക്കായി ജൂലൈ 21 ചാന്ദ്രദിനമായി ആഘോഷിക്കുന്നു. അമേരിക്കക്കാരായ നീൽ ആംസ്ട്രോങ്, എഡ്വിൻ ആൾഡ്രിൻ, മൈക്കൽ കോൾനിസ് എന്നീ ബഹിരാകാശ സഞ്ചാരികൾ ചേർന്ന് 366 അടി ഉയരമുള്ള സാറ്റേൺ 5 എന്ന പടുകൂറ്റൻ റോക്കറ്റിൽ അപ്പോളോ 11 എന്ന ബഹിരാകാശ വാഹനത്തിൽ 1969 ജൂലൈ 20 ചാന്ദ്രോപരിതലത്തിൽ എത്തിയത്. ജൂലൈ 21 വാഹനത്തിൽ നിന്നും ചന്ദ്രനിലിറങ്ങി നടന്ന ആംസ്ട്രോങ് ആദ്യമായി ചാന്ദ്രോപരിതലത്തിൽ കാലുകുത്തിയ മനുഷ്യൻ എന്ന നേട്ടം കരസ്ഥമാക്കി. ചന്ദ്രനിൽ നിന്ന് കാലുകുത്തിയ രണ്ടാമത്തെ വ്യക്തി എഡ്വിൻ ആൾഡ്രിനാണ്. ഈഗിൾ എന്ന ചാന്ദ്രപേടകത്തിൽ ആംസ്ട്രോങ്, ആൾഡ്രിൻ എന്നിവർ ചന്ദ്രനിൽ കാലുകുത്തി. പ്രശാന്തിയുടെ സമുദ്രം എന്ന സ്ഥലത്താണ് അവർ ഇറങ്ങിയത്. 21 മണിക്കൂർ 31 മിനിറ്റ് സമയം ഇവർ ചന്ദ്രോപരിതലത്തിൽ ചെലവഴിച്ചു. ഈ സമയം കൊളംബിയ എന്ന നിയന്ത്രണ പേടകത്തിൽ കോൾനീസ് ചന്ദ്രനെ പ്രദക്ഷിണം ചെയ്തുകൊണ്ടിരുന്നു. 1972 അപ്പോളോ പദ്ധതി അവസാനിക്കുമ്പോഴേക്കും ആംസ്ട്രോങ്ങിനും ആൾഡ്രിനും പിന്നാലെ 10 അമേരിക്ക ബഹിരാകാശ യാത്രികർ ചന്ദ്രനിൽ ഇറങ്ങിയിരുന്നു. മൊത്തം 12 പേർ. 1972 അപ്പോളോ 17 യാത്രയ്ക്ക് ശേഷം മനുഷ്യർ ഇതുവരെ ചന്ദ്രനിൽ പോയിട്ടില്ല. ചന്ദ്രനിൽ ഏറ്റവും അവസാനം ഇറങ്ങിയത് അപ്പോളോ 17 എന്ന വാഹനത്തിൽ സഞ്ചരിച്ച് 1972 ഡിസംബറിൽ ചന്ദ്രനിൽ കാലുകുത്തിയ യൂജിൻ സെറാനാണ്. ഇന്ത്യയുടെ ചാന്ദ്ര ഗവേഷണ പദ്ധതിയാണ് ചന്ദ്രയാൻ. ഈ പദ്ധതിയിലെ ആദ്യ ബഹിരാകാശ വാഹനമായ ചന്ദ്രയാൻ 1 2008 ഒക്ടോബർ 22 വിജയകരമായി വിക്ഷേപിച്ചു. ചന്ദ്രപര്യവേഷണങ്ങൾക്കായി ഇന്ത്യ ബഹിരാകാശ ഗവേഷണ പ്രസ്ഥാനം ISRO 2008 ഒക്ടോബർ 22 കൃത്യം 6:22 ചന്ദ്രനിലേക്ക് അയച്ചു. യാത്രക്കാരില്ലാത്ത യന്ത്രിക പേടകമാണ് ചന്ദ്രയാൻ 1. 10 മാസത്തെ പ്രവർത്തനത്തിന് ശേഷം 2009 ഓഗസ്റ്റ് 29 ബഹിരാകാശ പേടകവുമായുള്ള ബന്ധം നഷ്ടപ്പെട്ടു. ഇന്ത്യയുടെ രണ്ടാം ചാന്ദ്ര ദൗത്യമായിരുന്നു ചന്ദ്രയാൻ 2. 2019 ജൂലൈ 22 വിക്ഷേപിച്ച് ഇത് ഓഗസ്റ്റ് 20 ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ പ്രവേശിച്ചു. ചന്ദ്രയാൻ 2 ദൗത്യത്തിൽ ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിങ്ങിന് ശ്രമിക്കുന്നതിനിടെ വിക്രം ലാൻഡുമായുള്ള ബന്ധം മിഷൻ സെന്ററിന് നഷ്ടമായെങ്കിലും ദൗത്യം വിജയകരമായിരുന്നു. ഓർബിറ്റർ ഇപ്പോഴും ചന്ദ്രനെ വലം വെച്ചുകൊണ്ട് ദൗത്യങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്നു. ശാസ്ത്ര അറിവുകൾ തേടിയുള്ള മനുഷ്യന്റെ യാത്ര ഇവിടെ അവസാനിക്കുന്നില്ല. നന്ദി.